ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ ഇടുവോ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ കണ്ണൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കൊന്ന് പുൽക്കൂട് കാണാൻ പോകാൻ. അപ്പോൾ കുറച്ച് ദിവസമായി, 2-3 ദിവസമായി പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമയം കിട്ടുന്നില്ല. പിന്നെ കണ്ണൻ വരുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോയ ടിക്കറ്റ് കിട്ടുമോ അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കാം. എന്തായാലും അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ ഇടുമല്ലോ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഡിസംബർ 25 അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇടുന്ന സമയത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തായാലും കാണാൻ വരുമ്പോൾ തന്നെ നമുക്ക് റെഡി ആയി നിൽക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സമയത്തെങ്കിലും പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിൽ ലേറ്റ് ആവും. കാണാൻ വരുമ്പോൾ 10:30 ആവും കേട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ റെഡി ആയി നിൽക്കണം. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചൂടിനെ റെഡി ആക്കാനുണ്ട്. അപ്പോൾ ഇതിനും കണ്ണ് എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ഞാൻ റെഡി ആയിട്ട് അച്ചൂടിനെ റെഡി ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, കണ്ണ് ചീത്ത പറയില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. കണ്ണിന് വന്നിട്ട് ഡ്രസ്സ് മാറാനുള്ള ഒരു സമയത്ത് എനിക്ക് അച്ചൂടിനെ റെഡി ആക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം റെഡി ആയിട്ടുള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ റെഡാണ് ഇട്ടിട്ടുള്ളത്. അതിന് ഡ്രസ്സ് ഉണ്ടോ. പിന്നെ ഞാൻ ചെക്കൻ്റെ മുടിയിൽ ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ക്ലിപ്പ് കുത്തി വെച്ചിട്ട് ഓരോ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്ന് വന്ന് ചെയ്യട്ടോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുഖത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അച്ചൂടെയും കൂടെ റെഡി ആക്കിയിട്ട് കാണാം. എനിക്ക് സെൽഫി സ്റ്റിക്കൊന്നും പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൈ ഒടുക്കത്തെ വേറെയാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഭയങ്കര വേറെയാണ് കേട്ടോ കൈക്ക്. എന്താണെന്തോ കൈക്ക് ഭയങ്കര വേറെയാണ്. അതുകൊണ്ട് ഞാൻ കൈ തന്നെ പിടിക്കാം. പിന്നെ ഞാൻ എൻ്റെ മോൻ റെഡി ആയിട്ടുണ്ട്. എവിടെ മോൻ എവിടെ ഇങ്ങോട്ട് വായ്പുറത്ത് പോവാ, അൽമാരിലെത്തോന്നൊക്കെ. ഹലോ ഗൈസ്, ഇതാ അച്ചുകുട്ടനും റെഡിയായി, ഞാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരമായിട്ട് കണ്ണനെ കാണുന്നില്ല കേട്ടോ. ഇതിവിടെ ഇങ്ങനെ നാട്ടി വെക്കേണ്ടി വരും. അങ്ങനെ ഞാനും അച്ചുകുട്ടനും റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഞാൻ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഭയങ്കര വിറയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുക കേട്ടോ. സെൽഫി സ്റ്റിക്കിനെ കൊണ്ടേ ഭിത്തിയിൽ ചാരി വെച്ചിട്ട് വർത്താനം പറയുന്നത്. അച്ചുകുട്ട റെഡി ആയിട്ടുണ്ട്. അച്ചുകുട്ട പച്ച ഡ്രസ്സ്, അമ്മ ചോപ്പ് ഡ്രസ്സ്. ഇനി അച്ചൂടിൻ്റെ മുടി ഇങ്ങനെ കോലും മുടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുള്ളൂ. പിന്നെ എന്തായാലും തൊപ്പി വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ് റെഡിയാക്കാം. പിന്നെ നേരെ ചീവിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കണ്ണ് ഇതുവരെ എത്തിയില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുങ്ങിക്കെട്ടി നിന്നിട്ട് വലിയ കാര്യം ഉണ്ടോ എന്നുള്ളതിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോഴത്തേനും അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമെന്നാണ് എനിക്കൊരു തോന്നുന്നത്. ടിക്കറ്റ് കിട്ടിയില്ലേ പിന്നെ കയറ്റൂലല്ലോ അവർ. പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അത് എന്തായാലും വേറൊരു ദിവസം. ഇപ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് 3-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും പോകണം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഞാനൊക്കെ ചെയ്യാം, വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ലോങ് വീഡിയോ ചെയ്യുന്നതിലാണ് എനിക്കും ഉപകാരം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കാണാം. അപ്പോൾ കാണാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പോകട്ടെ. അപ്പോൾ പോയിട്ട് ഇനി ബാക്കി കാണാം. പൊന്ന് അടി ഫോണിലേക്ക് ഈ ക്യാമറയിൽ അടിക്കണേ, ഇതിലേക്ക് അടിക്കണേ. അച്ചോട്ടാ ഗേറ്റ് അടിച്ചിട്ടില്ല, വണ്ടീൻ്റെ അടുത്തൊക്കെ കണ്ണക്കുട്ടി. ലൈറ്റ് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആദ്യത്തെ പള്ളീൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പള്ളീൻ്റെ അകത്തല്ല, പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പോകുന്ന പുറകെ ഞങ്ങളും പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയില്ലേ. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു അകത്ത് എൻട്രൻസ്. പക്ഷെ ഈ വഴി കൂടെ വന്ന പോലെ ഇല്ല. നമ്മുടെ അവിടെ ഒന്നും ഇപ്പൊ ഇങ്ങനെ അടക്കുന്നില്ലല്ലേ, അല്ലാണോ? എത്രയാ നോക്ക്. ആരെങ്കിലൊക്കെ കൂടെ വീട്ടിൽ പോയാലോ. ഒരാളോട് ചോദിച്ചപ്പോ അതിലാന്ന് പറഞ്ഞു.
പള്ളി അവിടെ ഉണ്ടല്ലേ? ഇതിനുള്ള എന്തോ വെച്ചേക്കുന്നുണ്ടല്ലോ. ഇതിന്റെ അകത്ത് പ്രേതാലയായിരിക്കും. അതിന് വേറെ ടിക്കറ്റ് ആയിരിക്കും വേണമെങ്കിൽ. ഇവിടെ എന്തോ പേടിപ്പിക്കല്ലേ, പൊന്നെ കണ്ണു കത്തിക്കോ. പേടിക്കണം, പുരി പുരി എന്റെ ഫോണ് അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് മുന്നേ എടുത്ത് വെച്ച, ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ നാട്ടിലൊന്നും ഞാനിങ്ങനെ പുൽക്കൂടി ഇങ്ങനെ ടിക്കറ്റ് വെച്ചിട്ട് കയറി കാണുന്ന രീതിയിൽ കണ്ടിട്ടില്ല. ഇതിപ്പോൾ കുറേ സ്ഥലമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 70 രൂപ ടിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്തുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് 70 രൂപ ടിക്കറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ പള്ളിയിലും പുൽക്കൂടുണ്ടാവും, അത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടത്. അപ്പോൾ എന്തായാലും വന്ന കാലം മുതലേ നമ്മൾ പോയി നോക്കാറുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ചൂടിന് അതൊരു രസമല്ല, അതുകൊണ്ട് അവനെയും കൊണ്ട് പോകുന്നതാണ്. ഇവിടെ എന്താ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ഫോൺ പിന്നെ നനയോ? വാട്ടർ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ഇതിൻ്റെ അപ്പുറത്തായിരിക്കുമല്ലേ, കണ്ണും കാണുന്നില്ല. എവിടെ കുറേ ആൾ. പിന്നെ അവിടെ വാട്ടർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം മാത്രമേ ഞാൻ നോക്കിയെന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ കാണുന്നതാണ്, അതുകൊണ്ട് അത് നോക്കിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പോയി നോക്കാമല്ലോ എന്ന് വെച്ച് പെട്ടെന്ന് അടുത്തതിലേക്ക് പോയി. ഹലോ അച്ഛമ്മ, അപ്പൂപ്പന് ഇത് നോക്ക്, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. ഇവിടെ പ്രേതമില്ല ചേട്ടാ. അവൻ ആ പ്രേതത്തിൻ്റെ അതിൽ കയറിയിട്ട് പേടിച്ചു പോയി. പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇവിടെ എന്താ വെള്ളമുണ്ട്. ഇതെന്താ ചുമ്മാ പതയോ സോപ്പതയോ? സത്യം പറഞ്ഞാൽ എനിക്ക് 70 രൂപ കൊടുത്തത് വേർത്തായും തോന്നിയിട്ടുള്ളത് അടുത്തൊരു ഭാഗം കാണുമ്പോഴാണ്. കാരണം ഇതൊന്നും അല്ല, ഈ ലൈറ്റും വെട്ടവും ഒക്കെ നമ്മൾ ഈ ക്രിസ്മസിന് എപ്പോഴും കാണുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഇവർ മെയിനായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു വൈബ്, വീട് പരിസരം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അവിടെ കുറേ സമയം നിന്നിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അകത്തൊക്കെ കയറിപ്പോയി നോക്കി, നല്ലപോലെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നെൽകൃഷിയും ചീരയും അതുപോലെ തന്നെ വാട്ടർ, അങ്ങനെ ഈ വെള്ളത്തിലുള്ള സംഭവങ്ങളും ഒക്കെ എന്തൊക്കെയോ നട്ടൊക്കെ വെച്ചിട്ട് പണ്ടത്തെ പോലെ കലപ്പ അതൊക്കെ ഉണ്ട് കേട്ടോ. കലപ്പ എന്നല്ലല്ലോ അതിന് പറയാൻ, മറ്റേ നില ഉഴുന്ന സാധനം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വീടായാലും ഞാൻ അതിൽ സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒക്കെ വീട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാലത്ത് ആരും തന്നെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മമ്മീൻ്റെ വീടൊക്കെ, മമ്മീൻ്റെ വീട് ഇങ്ങനെയല്ല, മമ്മീൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ വീടൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പം അവരുടെ പണ്ടത്തെ പോലത്തെ കട്ടിൽ, അതുപോലെ തന്നെ അത് ഒരു നമ്മളാ ഉപയോഗിച്ചൊരു വീടിൻ്റെ രീതിയിലുള്ള ഒരു തുണികൾ തൂക്കിയിട്ടതും വിളക്കായാലും അടുക്കളയും ഒക്കെ ഒരു നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ തൂക്കിയിട്ടത് എനിക്ക് ഭയങ്കര അതിശയമായിട്ടോ. കാരണം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പണ്ടത്തെ കാലത്തൊക്കെ അല്ലേ, എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോൻ്റെ നാച്ചുറൽ സൗണ്ട് ഇടണം എന്നാണ് ഇഷ്ടം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല പാട്ടിൻ്റെ സൗണ്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ടോൺ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു പുൽക്കൂടും ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ തിരിച്ചു പോകണേ. ഞാൻ ഈ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ തലയാട്ടി പോകുന്നത്. കാണുന്നവരായിരിക്കും ഭ്രാന്താണ്, അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾ എന്തിനീ തലയാട്ടുന്നത്, ഞാൻ അവിടെ പാട്ടുള്ളതുകൊണ്ട് തലയാട്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ
വീടൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് വേറെ സൈഡ്. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് അവിടെ 40 രൂപയായിരുന്നു ടിക്കറ്റ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് 70 രൂപയും ടിക്കറ്റ് ഉണ്ട്. പക്ഷേ 70 രൂപയ്ക്ക് ടിക്കറ്റിനുള്ളത് ഈ ഒരു സ്ഥലത്ത് കാണാനുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് പറയണേ. പിന്നെയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് നൈറ്റ് ആയതുകൊണ്ടാണോ അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് നല്ല ലേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാ സ്ഥലവും തന്നെ ഓപ്പൺ ആയിരുന്നു. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്ക് 2 സ്ഥലത്തും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടെ കയറി ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ച ഇതാണ്. നമ്മുടെ കടയിൽ വെക്കുന്ന ഡമ്മി ഉണ്ടല്ലോ, ഡമ്മീനെ വെച്ച് ആദ്യത്തിന് അവനൊക്കെ ഉണ്ടാക്കി ഒരു പാമ്പിനും അതുപോലെ തന്നെ ആ ഡമ്മിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരു അടിപൊളി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജിംഗിൾ ബെൽ ജിംഗിൾ. അച്ചുട്ടാ ഹലോ ഹായ് പറ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചോക്ക് ചോദിക്ക്. എനിക്ക് ആദത്തിന് അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഡെമ്മിയില് മറ്റേ ഇതിട്ട് എടുത്തിട്ട്. മീൻ കിട്ടിയോ? അത് അവിടെ ഒരു ആമയുണ്ട് വലുത്. അന്റാർട്ടിക്ക. നമ്മൾ അന്റാർട്ടിക്കയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാരാ? ഇതാണ് നമ്മുടെ ധ്രുവക്കരടി. അതെന്താ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹൊറർ തീം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ പുറത്തിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാത്രമേ ഉള്ളൂ എന്ന്, ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് പോയി പെൻഗീനൊക്കെ കണ്ട് അടിപൊളിയായി ആസ്വദിച്ച് അകത്തോട്ട് കയറി പോയപ്പോഴാണ് കേട്ടോ അവിടെ ഫുള്ള് മറ്റേ നമ്മുടെ ഈജിപ്തിലെ മമ്മീൻ്റെ രൂപങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ ആ ഒരു സംഭവം ഉണ്ടായിരുന്നിട്ടുള്ളത്. ഇത് നോക്കി ഇത് ശരിക്കും ഈജിപ്തിലെ മമ്മികളൊക്കെ മറ്റേ ഫ്ലൂറസെൻറ്റിൽ ഉണ്ടാക്കി വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല കാണാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആരും അകത്തില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിരുന്നു കേട്ടോ. കണ്ണമ്മിനെ പെട്ടെന്ന് മുന്നോട്ട് പോയി ഞാനൊരു കാലെടുത്ത് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്തൊക്കെയോ സൗണ്ട് കേട്ടു ഇവൻ കണ്ടോ കരയുന്നത്. എന്തിനാണെന്നറിയോ? അത് ഞാനിപ്പോൾ കാണിച്ചതേ. നമ്മളായാലും പേടിച്ചു പോകും. കാരണം അത്ര പെട്ടെന്നായിരുന്നു ഈ ഒരു സാധനം മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തില്ല. ഇത് കാരണം പിന്നെ രണ്ടാമത് ഒരു വീഡിയോ ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കടകളിലൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. അതുപോലെ തന്നെ പോകുന്ന കടയിൽ നമ്മൾ നോക്കുന്ന ഫുഡൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് നമുക്ക് ചിക്കനും പൊറോട്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കിട്ടിയ സീറ്റിലിരുന്ന് ചിക്കനും പൊറോട്ടയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ വണ്ടികളൊക്കെ ആ സമയത്തും ഇങ്ങനെ നല്ലോണം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 12:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ പകുതി ഫുഡും തീർന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല തിരക്കും ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് കടകളിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ, സീ യു.